നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥാനവലിപ്പം കൂട്ടാൻ ശസ്ത്രക്രിയ നടത്തിയ 14-കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മെക്സിക്കോയിലെ ഡുറാൻഗോയിലാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പലോമ നിക്കോൾ അരല്ലാനോ എന്ന എസ്കാബോഡോ എന്ന പെൺകുട്ടിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 20-ാം തീയതിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പിതാവിന്റെ അറിവില്ലാതെ അമ്മയുടെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് വിവരം. പിതാവ് കാർലോസ് അരല്ലാനോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ അമ്മയുടെ കാമുകനും പെൺകുട്ടിയുടെ കാമുകനായ പ്ലാസ്റ്റിക് സർജനുമെതിരെ അശ്രദ്ധ മൂലമുള്ള നരഹത്യക്ക് കേസെടുത്തു. സംസ്കാര ചടങ്ങിനിടെ ശസ്ത്രക്രിയ നടത്തിയ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു പിതാവ് വിവരമറിയുന്നത്. പ്ലാസ്റ്റിക് സർജനായ വിക്ടറിനെ മെക്സിക്കൻ കൗൺസിൽ ഓഫ് പ്ലാസ്റ്റിക് എസ്തെറ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി താൽക്കാലികമായി പ്രാക്ടീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം നടത്താൻ അധികൃതർ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രാഥമിക കണ്ടെത്തലുകളിൽ സെറിബ്രൽ എഡീമ, അതായത് തലച്ചോറിന്റെ വീക്കം, ശ്വാസകോശത്തിന്റെ കേടുപാടുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 12-നായിരുന്നു ശസ്ത്രക്രിയ. മകൾക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ മകളെ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി മാറ്റുകയാണെന്നുമായിരുന്നു അമ്മ കാർലോസിനെ അറിയിച്ചത്. സെപ്റ്റംബർ 19-നാണ് മകളെ അവസാനമായി അദ്ദേഹം കണ്ടത്. സെപ്റ്റംബർ 20-ന് മരിച്ചു. മെക്സിക്കോയിൽ പ്ലാസ്റ്റിക് സർജറിക്ക് പ്രത്യേക പ്രായപരിധിയില്ല. പക്ഷേ 18 വയസ്സിന് താഴെയുള്ളവരുടെ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം വേണമെന്ന നിയമമുണ്ട്. എന്തായാലും കൗമാരക്കാരിൽ ഇത്തരം ശസ്ത്രക്രിയകൾ വർദ്ധിച്ചു ഉണ്ടെന്നും അത് പലപ്പോഴും അപകടത്തിലേക്ക്, ഇത്തരത്തിലുള്ള അതിക്രൂരമായ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് സംഭവം ഉണ്ടായിരിക്കുന്നു. 8 വർഷം മുൻപ് പൈമ്പ്ര പോലൂർ ക്ഷേത്രത്തിന് സമീപം കത്തിയ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം തിരിച്ചറിയാൻ ആധുനിക സാങ്കേതിക ഡിജിറ്റൽ തെളിവ് തേടി ക്രൈംബ്രാഞ്ച്. മൃതദേഹത്തിൽ കത്താതെ ശേഷിച്ച ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത സാമ്പിൾ യുഡായിൽ നൽകി, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തിരിച്ചറിയൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി കിട്ടണം. പകുതി മുഖവും കൈകാലുകളും തലയുടെ പിൻഭാഗവും മാത്രമാണ് മൃതദേഹത്തിൽ കത്താതെ അവശേഷിച്ചിരുന്നത്. വസ്ത്രത്തിന്റെ കുറച്ചു ഭാഗവും കിട്ടിയിരുന്നു. കഴുത്തിൽ പ്ലാസ്റ്റിക് കുരുക്ക് മുറിക്കിയ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ വിരലടയാളം യുഡായിൽ നൽകി. ആധാറിൽ വിരലടയാളം തിരിച്ചറിയൽ രീതിയിൽ വിവരം ശേഖരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, ഇക്കാലയളവിൽ കാണാതായതായി പരാതി നൽകിയവരുടെ ബന്ധുക്കളിൽ നിന്ന് രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധന നടത്തും. ചേവായൂർ പോലീസ് അന്വേഷണം നടത്തിയ കേസ് പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 2018-ൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് ഡിവിഷൻ അന്വേഷണം തുടങ്ങി. തെളിവ് തേടി സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനിടയിൽ ബംഗ്ലാദേശ് സ്വദേശിയായ ഇസ്ലാം മോസം എന്ന ആളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തന്റെ ബന്ധുവിനെ കാണാനുള്ള വിവരം ഇയാൾ പോസ്റ്റിട്ടിരുന്നു. കുടവേറും തടിച്ച ശരീരപ്രകൃതമായിരുന്നു എന്നാണ് കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നത്. 30-നും 40-നും ഇടയിൽ പ്രായമുള്ള വ്യക്തിയാകാമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അനുമാനം. ഇസ്ലാം മോസം ഫേസ്ബുക്ക് വഴി പങ്കുവച്ച ഫോട്ടോയിലുള്ള ആളുടെ പ്രായം 36 ആയിരുന്നു. ഇയാളുടെ ഫോട്ടോകളും ഇയാളുടെ ബന്ധുക്കളുടെ വിവരങ്ങളുമെല്ലാം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. പിന്നീട് കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല. മരിച്ച യുവാവിന്റെ തലയോട്ടി തമിഴ്നാട് പോലീസുമായി ചേർന്ന് സൂപ്പർ ഇമ്പോസിഷനിലൂടെ രൂപചിത്രം നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല, സാങ്കേതിക തടസ്സങ്ങൾ കാരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.